വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 31 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ നമ്മുടെ കുറിവാക്യം ഉൽപ്പത്തി 9 അധ്യായം 27 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ദൈവം യാഫെത്തിനെ വർദ്ധിപ്പിക്കട്ടെ. നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്ന ദൈവത്തോടു കൂടെ നടന്നവനുമായ നോഹയുടെ മൂന്നാമത്തെ പുത്രനാണ് യാഫെത്ത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മക്കളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ അതിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നാം ചിന്തിച്ചതുപോലെ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൻ്റെ 11, 12 വാക്യങ്ങൾ. നോഹയുടെ കാലത്തെ മനുഷ്യരുടെ ജീവിതവും മനുഷ്യരുടെ പ്രവൃത്തികളുമാണ് നാം ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഈ അനുഭവത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ച നോഹയുടെ മക്കൾ സമൂഹത്തിലെ തിന്മകൾക്ക് വശംവദരാകുന്നില്ല എന്നതാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് യാഫെത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് വ്യക്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പിതൃഭക്തി പ്രദർശിപ്പിച്ച വ്യക്തിയായിരുന്നു യാഫെത്ത്. പിതൃഭക്തി പ്രദർശിപ്പിച്ച വ്യക്തിയായിരുന്നു യാഫെത്ത്. വീഞ്ഞിൻ്റെ ലഹരി പിടിച്ച് ഗാഠനിദ്രയിലായിരുന്ന പിതാവിൻ്റെ നഗ്നത മറയ്ക്കുന്നതിൽ യാഫെത്തും സഹോദരനായ ശേമും വലിയ പിതൃഭക്തിയാണ് പ്രകടിപ്പിച്ചത്. ആ സ്നേഹവും ബഹുമാനവുമെല്ലാം നോഹയെ സന്തുഷ്ടനാക്കുന്നു. പിതാവ് ചെയ്തത് ശരിയോ തെറ്റോ എന്നതിൽ ഉപരിയായി ഇവിടെ യാഫെത്തും തൻ്റെ സഹോദരനും അതിനെ സമീപിക്കുന്ന രീതിയാണ് നമ്മൾ കാണേണ്ടത്. പ്രിയമുള്ളവരെ, ആവർത്തന പുസ്തകം 5 അധ്യായം 16 വാക്യത്തിൽ യഹോവയായ ദൈവം നമുക്ക് തരുന്ന ഒരു കൽപ്പനയുണ്ട്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഇങ്ങനെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായിരുന്നു യാഫെത്തും തൻ്റെ ജ്യേഷ്ഠ സഹോദരനും. പലതിനോടും യോജിക്കുവാനാകാത്ത അനുഭവങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലും ഉള്ളത്. എന്നാൽ ഇവിടെ ഈ സഹോദരന്മാർ നമുക്കൊരു വലിയ മാതൃക തന്നെയാണ്. രണ്ടാമതായിട്ട് നമുക്ക് യാഫെത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പനാൽ അനുഗ്രഹം ലഭിച്ച വ്യക്തിയായിരുന്നു യാഫെത്ത്. അപ്പനാൽ അനുഗ്രഹം ലഭിച്ച വ്യക്തിയായിരുന്നു യാഫെത്ത്. നോഹ യാഫെത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന സംഭവം. അതോടൊപ്പം തന്നെ സഹോദരനായ ഹാമിനെ ശപിക്കുകയും ചെയ്യുന്നു. അത് നാം ഇന്നലെ കണ്ടുവല്ലോ. ദൈവം യാഫെത്തിനെ വർദ്ധിപ്പിക്കട്ടെ എന്നതിൻ്റെ പ്രധാനമായ അർത്ഥതലം ദൈവം യാഫെത്തിന് വേണ്ടുവോളം സ്ഥലം നൽകട്ടെ എന്ന അർത്ഥത്തിലാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ദൈവ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് വിസ്തൃതമായ അഥവാ ധാരാളമായി സ്ഥലം ലഭിക്കുക എന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 26 22 സങ്കീർത്തനങ്ങൾ 4 1 വാക്യത്തിലും സങ്കീർത്തനങ്ങൾ 18 19 ഒക്കെ ഈ ഭാഗങ്ങളിലെല്ലാം ഈ ആശയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അപ്പൻ്റെ അനുഗ്രഹം നേടിയെടുക്കുവാനും ആ ദേശങ്ങളിലൊക്കെയും വർദ്ധിച്ച് വളരുവാനും യാഫെത്തിന് സാധിച്ചു. നമുക്കും ശാന്തമായി ചിന്തിക്കാം. ദൈവത്തോടും നമ്മുടെ മാതാപിതാക്കളോടും നാം പുലർത്തുന്ന ഭക്തി എപ്രകാരമാണ്? ശാപമല്ല, മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം നേടുവാനായി നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ദൈവത്തെ കാണുന്നത് പോലെ മാതാപിതാക്കളോട് ഭക്തിപൂർവം അഥവാ ബഹുമാനപൂർവം ഇടപെടുവാനും മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.